നമ്മുടെ ജീവിതത്തിലെ ചെറുതോ വലുതോ ആയുള്ള പ്രശ്നങ്ങളിലെല്ലാം അങ്ങനെ നമ്മൾ പ്രതിസന്ധികളിൽ പെടുമ്പോൾ നമ്മളതിനെ രക്ഷയ്ക്കായി നമ്മളെല്ലാവരും ആലോചിക്കുക ഗുരുവായൂരപ്പനെയാണ്. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തൻ നിസ്സഹായതയിൽ പെട്ടിരിക്കുമ്പോൾ അവിടെയും സഹായിക്കാൻ വന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഇന്ന് അത്തരമൊരു ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ്റെ കഥയാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തൻ്റെ കഥയാണ്. വളരെ പണ്ട് നിറകൈതക്കോട് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ രാവുണ്ണി നായർ എന്ന് പറയുന്ന ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സാധാരണ കുടുംബസ്ഥനായിട്ടൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഗുരുവായൂരപ്പനോട് വലിയ ഭക്തിയായിരുന്നു. ഗുരുവായൂരപ്പനെ എന്നും എല്ലാ മാസവും 1-ാം തീയതി തൊഴാനായിട്ട് പോകും. അത്ര അടുത്തല്ല ഗുരുവായൂരമ്പലം എങ്കിലും ഗുരുവായൂരമ്പലത്തിലേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോയി വരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴും. അദ്ദേഹം 12 വർഷത്തോളാട്ടോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരിക്കൽ പോലും അത് മുടക്കാറില്ലായിരുന്നു. അദ്ദേഹത്തിന് ഹജൂരാപ്പീസിലൊരു ശിപായി അങ്ങനെ ഒരു ജോലിയായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു കുടുംബം തന്നെ ഉണ്ട് കേട്ടോ. ഭാര്യ, 2 ആൺമക്കളുണ്ട്, പിന്നെ ഒരു പെൺകുട്ടി, ഒരു കല്യാണപ്രായക്കെത്തിയ ഒരു പെൺകുട്ടി, പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും, പിന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ 3 മക്കൾ. അങ്ങനെ വലിയൊരു കുടുംബം തന്നെ അദ്ദേഹത്തിനുണ്ട് കേട്ടോ. ഇവരെല്ലാവരെയും നോക്കാനായിട്ട് ഇദ്ദേഹത്തിന് മാത്രമേ ജോലിയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് 1 ഏക്കറിന് നെല്ല് പാടമുണ്ട്. ആ പാടമുണ്ട്, 1 ഏക്കറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇദ്ദേഹത്തിന് പൈസ അധികം കിട്ടാറില്ല. ഇദ്ദേഹം ഇന്നും ജോലിക്ക് പോവും, തിരിച്ചു വരും. അപ്പോൾ ഈ ഡെയിലി കിട്ടുന്ന ആ ഒരു മാസം കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതൊന്നും സൂക്ഷിച്ച് വെക്കാനില്ല. അന്നത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞു പോവും. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ട്, അവളെ കല്യാണം കഴിപ്പിച്ചെടുക്കണം. അന്നത്തെ കാലമൊക്കെ എല്ലാവർക്കും ഒന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് ഒരു പെൺകുട്ടി ആവുമ്പോൾ അവിടെ സ്ത്രീധനം കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ അദ്ദേഹം നേരത്തെ കൂട്ടി പണം കരുതി വെക്കേണ്ടതാണ്. പക്ഷെ അതിന് അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കുന്നില്ല. കാരണം ഇത്രയും വലിയൊരു കുടുംബമുണ്ട്. മക്കളെ പഠിപ്പിക്കണം, അതുപോലെ തന്നെ സഹോദരിയുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ അദ്ദേഹത്തിന് പൈസ അങ്ങനെ എന്നും ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരേ ഒരു കാര്യം സൂക്ഷിച്ച് വെക്കും കേട്ടോ. ഭഗവാന്റെ മുന്നിൽ ഒരു കുടുക്ക വെക്കും. എന്നിട്ട് കുറച്ച് വല്ല ചില്ലറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിലിങ്ങനെ ഇടും. അത് അദ്ദേഹം തുറന്നിട്ടൊന്നുമില്ല കേട്ടോ. അദ്ദേഹം തുറക്കില്ല. എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ തുറക്കില്ല, അതെൻ്റെ ഭഗവാനുള്ളതാണെന്ന് വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ വെക്കണതാണ്. അപ്പോൾ അത് നിറഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭഗവാന് സമർപ്പിക്കും. അങ്ങനെ ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് കുറച്ച് കൂട്ടർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ഈ ഒരു പെണ്ണ് കാണാൻ വന്ന ചെക്കനിക്ക് ബോംബെയിലാണ് ജോലി. അങ്ങനെ അത്യാവശ്യം നല്ല കുടുംബം. അങ്ങനെ അദ്ദേഹം വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അപ്പോൾ വിവാഹമൊക്കെ ആകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരാണ് ആ ഒരു പന്തലിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അദ്ദേഹം തൻ്റെ ഒരേ ഒരു മകളാണ്, ബാക്കിയുള്ള 2 ആൺകുട്ടികളാണല്ലോ. അപ്പോൾ മകളുടെ വിവാഹം ഏറ്റവും നന്നായി കഴിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ കയ്യിലുള്ള പൈസയും കുറച്ചൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ അദ്ദേഹം വിവാഹം നല്ല രീതിയിൽ നടത്തുക കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാർ സ്ത്രീധനൊന്നും അധികം ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം തൻ്റെ ഒരു സമാധാനത്തിന് സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വിവാഹം നല്ല രീതിയിലൊക്കെ കഴിക്കുക കേട്ടോ. വിവാഹം കഴിഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസയും ഒക്കെ തീർന്നു പോവാട്ടോ. അതുമാത്രമല്ല കടക്കാരൻ കൂടി ആവുകയാണ് അദ്ദേഹം. അങ്ങനെ പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നം എന്ന് പറയുന്ന പോലെ ഈ ഒരു അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് 1 ഏക്കർ നെൽപ്പാടമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ നെൽപ്പാടം പ്രകൃതിക്ഷോഭം 2 പ്രാവശ്യം വരികയാണ്. എന്നിട്ട് അത് നശിച്ചു പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും പൈസ കിട്ടാതെ ആയി. അങ്ങനെ വീണ്ടും പ്രശ്നം. അങ്ങനെ ഇദ്ദേഹത്തിന് അപ്പോൾ ഈ എന്നും കഴിക്കാൻ അരി വേണമല്ലോ. അപ്പോൾ ഈ അരിയൊക്കെ ഈ നെൽപ്പാടത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടാറ്. അതുകൊണ്ട് അതിനൊന്നൊരു ബുദ്ധിമുട്ട് അത്രയും കാലം ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം അതിനും ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. കാരണം അവിടെ നെല്ലില്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഇനിയിപ്പോൾ പൈസ കൊടുത്ത് അരി വാങ്ങേണ്ട അവസ്ഥയാണ്. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങണത് ഇദ്ദേഹത്തിന് അധികം പൈസ ഇല്ല. അപ്പോൾ അദ്ദേഹം സുബ്ബരായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് നാട്ടിലെ, ഒരു ചെറിയ പലചരക്ക് കട, അവിടെ ഉള്ള ഒരാളാണ്, അതിൻ്റെ ഓണറാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇദ്ദേഹം കടം വാങ്ങിക്കുകയാണ്. പറ്റ് എഴുതി വെക്കുമല്ലോ, അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പൈസ ഇടയ്ക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കും.
മിക്കവാറും അവിടെ പറ്റാണ്. അപ്പോൾ സുബ്ബരായരാണെങ്കിൽ കുറച്ച് നല്ല മനസ്സുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ ഒരു രാവുണ്ണി നായരുടെ കാര്യമൊക്കെ അറിയാം. രാവുണ്ണി നായരാണെങ്കിൽ ആരുടെയൊന്നും കടം എന്നുവെച്ചാൽ ഇതിന് യാചിച്ച് വാങ്ങുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് കുറച്ച് പരിചയമുള്ള സുബ്ബരായരുടെ അടുത്തേക്ക് തന്നെ പോകുന്നത്. അപ്പം ഇതൊക്കെ സുബ്ബരായർക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം കുഴപ്പമില്ല പറഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ തന്നാൽ മതി എന്നിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് കുടുംബം കഴിഞ്ഞു പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാവുണ്ണി നായർ ഇങ്ങനെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ട് ഒരു നല്ലൊരു കാറ് പുറത്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇത് ആരാന്ന് ചോദിച്ചിങ്ങനെ നോക്കുമ്പോണ്ട് അതിൽ തൻ്റെ മകളും ഭർത്താവും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും പിന്നെ ഭർത്താവിൻ്റെ സഹോദരിയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാവുകയാണ് തൻ്റെ മോളുടെ കാറാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവരെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ പുതിയൊരു കാറ് വാങ്ങി. അപ്പോൾ കാറ് വാങ്ങിയിട്ട് ആദ്യത്തെ ഓട്ടം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ആവട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിനിടയിൽ അപ്പോൾ ഗുരുവായൂരിൻ്റെ വഴിക്കാണല്ലോ വീട്, അതുകൊണ്ട് കയറാൻ വിചാരിച്ചതാണ്. രാവുണ്ണിയാർക്ക് ഇത് കേട്ടപ്പോൾ സാധാരണ സന്തോഷമാണല്ലോ വരേണ്ടത് മോളൊക്കെ വരികയാണെങ്കിൽ. പക്ഷെ അദ്ദേഹത്തിന് ചെറിയൊരു ടെൻഷൻ, സന്തോഷക്കുറവല്ല ഒരു ടെൻഷൻ വരികയാണ്. കാരണം എന്താ അറിയോ, ഈ വന്ന അതിഥികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ. അദ്ദേഹം ആണെങ്കിൽ രാവുണ്ണിയാരാണെങ്കിൽ ഒരു അഭിമാനിയാണ്. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളൂ എന്നൊരു വാചകം നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മളങ്ങനെ പറയില്ലേ, ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുമല്ലോ. അതുപോലെ പറയണം. പക്ഷെ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കാതിരിക്കുകയാണെങ്കിൽ കൊടുക്കാൻ ഭക്ഷണം ഇല്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ, ദാരിദ്ര്യത്തിൻ്റെ ഓരോ കാര്യങ്ങളല്ലേ, അങ്ങനെ ഒരു ടെൻഷൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഈ മകളുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ, മകളുടെ പേര് ദേവയാനി എന്നാട്ടോ. അപ്പോൾ ദേവയാനിയും ഭർത്താവും ഒക്കെ ആ ഒരു ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ രാവുണ്ണിയാരുടെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ദേവയാനിയുടെ മനസ്സിലുണ്ട് അച്ഛനിപ്പോൾ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അച്ഛൻ്റെ കയ്യിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല എന്ന് ദേവയാനിക്ക് അറിയാം. പക്ഷെ ദേവയാനിക്ക് കുടുംബത്തിനോട് പറയാൻ പറ്റില്ലല്ലോ, അതും കല്യാണം കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ കയറണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദേവയാനി ഒന്നും മിണ്ടാതെ ഇരുന്നത്. അങ്ങനെ രാവുണ്ണിയായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ ഗുരുവായൂരപ്പ എന്ന് വിചാരിക്കുകയാണ്. കാരണം ഭക്ഷണം കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ മോശമാണ്. അങ്ങനെ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇപ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഒരു പൈസ ഇല്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരികയാണ് സുബ്ബരായരുടെ കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവിടെ ഓൾറെഡി നല്ല പറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കുറച്ചെങ്കിലും പൈസ കൊടുത്തില്ലെങ്കിൽ മോശമാണ്. സുബ്ബരായരുടെ ഭയങ്കരമായിട്ട് കടം വാങ്ങിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിന് മുല്ലാക്കണം. അപ്പോൾ അവിടെ ഒരു കുടുക്കയുണ്ട്, ഭഗവാന് വേണ്ടി അദ്ദേഹം കരുതി വെച്ചാൽ കൊടുക്കാം. അങ്ങനെ രാവുണ്ണിയാർ തീരുമാനിക്കുകയാണ്, എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം വന്നുകൊണ്ടല്ല ഗുരുവായൂരപ്പ എന്നോട് എന്തായാലും ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുടുക്ക പൊട്ടിക്കുകയാണ്. എന്നിട്ട് അതിൽ കുറച്ച് പൈസ ഉള്ളൂ. കാരണം അദ്ദേഹം ഇട്ട് വെച്ച പൈസ കുറച്ച് ഒരു വട്ടം നിറഞ്ഞപ്പോൾ അദ്ദേഹം അത് കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ പോയി സമർപ്പിച്ചു. അപ്പോൾ വീണ്ടും ഇടാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് പൈസയേ ഉള്ളൂ. കുറച്ച് നിന്നിട്ട് അദ്ദേഹം വാരി അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് സുബ്ബരായരുടെ കടയ്ക്ക്. കുറച്ച് ചില്ലറ തുണ്ടുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ആലോചിക്കുകയാണ് സുബ്ബരായരെ കുറിച്ച്. അതായത് ഈ സുബ്ബരായർക്ക് ഒരു സ്വഭാവമുണ്ട്. അതായത് വൈകുന്നേരം സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട ആർക്കും കൊടുക്കില്ല. സന്ധ്യയ്ക്ക് ശേഷം കട ആർക്കും കൊടുക്കില്ല. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുമായിരിക്കുമല്ലോ, ഓരോ വിശ്വാസങ്ങൾ. അങ്ങനെ സുബ്ബരായർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ സുബ്ബരായർ കടം തരാതിരിക്കുമോ, കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതല്ലേ, അങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ ആലോചിക്കുകയാണ് ഈ സുബ്ബരായർക്ക് ഒരു മകനുണ്ട്, രാമനാഥ പൈ എന്ന പേര്. അപ്പോൾ ഈ രാമനാഥ പൈ ആണ് അവിടെ ഉള്ളതെങ്കിൽ അയാൾ എന്തായാലും കടം തരും. കാരണം കുറച്ച് നല്ല ദയുള്ള ആളാണ്. അയാൾക്ക് ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല, വൈകുന്നേരം കഴിഞ്ഞിട്ട് ആർക്കും കട കൊടുക്കരുതെന്ന് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ രാമനാഥ പൈ ആവണേ എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് രാവുണ്ണിയാർ സുബ്ബരായരുടെ കടയ്ക്ക് പോകുന്നത്. അങ്ങനെ കടയുടെ അവിടെ ഇങ്ങനെ എത്തുക കേട്ടോ. അപ്പോൾ അവിടെ പണ്ടത്തെ കാലമാണ്. അപ്പോൾ ലേറ്റ് അങ്ങനെ റോഡിലൊന്നും അധികം ലേറ്റൊന്നും ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരുട്ടിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ കട തുറന്നിട്ടുണ്ട് എന്തായാലും. കാരണം ഇദ്ദേഹം ഇങ്ങനെ ഈ കടയുടെ അടുത്ത് എത്തുമ്പോഴത്തേനും 10 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മണിക്ക് കട തുറക്കുമെന്നുള്ളൊരു പേടി കൂടി രാവുണ്ണിയാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കട തുറന്നിട്ടുണ്ട് എന്നുള്ള സമാധാനത്തിൽ അദ്ദേഹം കടയുടെ അടുത്തേക്ക് പോവാണ്. കടയുടെ അടുത്ത് പോകുമ്പോൾ ഒരാളിരിക്കുന്നുണ്ട്. അത് സുബ്ബരായരല്ല, ഒരു കുറച്ചും കൂടി ചെറിയൊരാളാണ്, 10-20 വയസ്സുള്ള ഒരാളാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ കുറച്ചും കൂടി അടുത്ത് പോയപ്പോൾ അത് രാമനാഥ പയ്യോ അല്ല, പിന്നെ ആരാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ലൈറ്റിൻ്റെ ആ ഒരു കടയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ലൈറ്റ് കാണാൻ പറ്റി, മുഖം നന്നായിട്ട് കാണാൻ പറ്റി. നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരാൾ. അയാൾ ഇരുന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കടയത്തെ കണക്കൊക്കെ ഇരുന്ന് എഴുതുകയാണ്. അപ്പോൾ രാവുണ്ണിയാർ ഇങ്ങനെ ആലോചിക്കും, ഇത് ആരായിരിക്കും, ഒരു പരിചയമില്ലല്ലോ, സുബ്ബരായരുടെ കടയിൽ വന്നിട്ട് കണക്ക് എഴുതുക,
അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ സുബ്ബരായർക്കൊരു മകളുണ്ട്, അയാളുടെ ഭർത്താവിൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്, ഒരു കാസർഗോഡ് ആ ഭാഗത്തുള്ള ഒരാളാണ്. അയാളായിരിക്കും ഇത്, ഞാൻ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല, അയാൾ തന്നെയായിരിക്കും ഇത് വിചാരിക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ ഇയാളോട് എങ്ങനെ ചോദിക്കും, എനിക്ക് ആദ്യമായിട്ടല്ലേ കാണുന്നത്, കട എങ്ങനെ ചോദിക്കും, രാമനാഥ പയ്യ ആണെങ്കിൽ ഒന്ന് പരിചയമുള്ളതുകൊണ്ട് ചിലപ്പോൾ തന്നേനെ, ഇപ്പം എങ്ങനെ പറയുന്ന അലച്ചിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ നോക്കിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ കണക്ക് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ രാവുണ്ണിയാരെ കാണുകയാണ്. അപ്പോൾ രാവുണ്ണിയാരോട് ഇങ്ങനെ നന്നായി ചിരിക്കുകയാണ്, നല്ല പരിചയമുള്ള പോലെ ചോദിക്കുകയാണ്, ആ രാവുണ്ണിയാരെ എന്തൊക്കെ വിശേഷമുണ്ട്, സുഖല്ലേ, എന്താ ഈ സമയത്ത് ഇവിടെ വന്നിക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാവുണ്ണിയാർ ആലോചിക്കുകയാണ്, എന്തായാലും പറയാം. ഇത് രാവുണ്ണിയാർ പറയാണ്, എൻ്റെ മകളുടെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ നിന്ന് പെട്ടെന്ന് ആൾക്കാർ വന്നു, അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരുന്ന് എനിക്ക് മോശമല്ലേ, അതുകൊണ്ട് എനിക്ക് കുറച്ച് കടം തരണം, എൻ്റെ ഇത്തിരി പൈസ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന ആൾ പറയാണ്, അതിനെന്താ എടുത്തോളൂ, എത്ര വേണം ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ എന്ന് പറയാണ്. കാരണം വലിയച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാവുണ്ണിയാർ വന്നു കഴിഞ്ഞാൽ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാവുണ്ണിയാർക്ക് വലിയ സന്തോഷമാവാണ്. രാവുണ്ണിയാർ 2 കിലോ അരി മാത്രം എനിക്ക് മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയാണ്. ബാക്കിയൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, 2 കിലോ അരി മാത്രം മതി എന്ന് പറയാണ്. അങ്ങനെ 2 കിലോ അരി ഇയാൾ എടുത്തു കൊടുക്കുകയാണ്. രാവുണ്ണിയാർ നല്ല സന്തോഷത്തിൽ പോവുകയാണ് അവിടുന്ന്. അപ്പോൾ പോകുമ്പോൾ ഇദ്ദേഹം ആ കയ്യിലുള്ള ചില്ലറ തുട്ടുകൾ എടുത്തിട്ടുണ്ടായില്ല, കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന ആൾ ചോദിക്കുകയാണ്, ഇത് എത്ര ഉണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാവുണ്ണിയാർ പറയും, എനിക്കറിയില്ല, ഇത് ഞാൻ ഗുരുവായൂരപ്പന് ഉഴിഞ്ഞു വെച്ച ഒരു പൈസയായിരുന്നു, എന്തായാലും ഇവിടെ തരാം എന്ന് വിചാരിച്ചു, കാരണം കട അങ്ങനെ വാങ്ങിച്ചു പോകണം ശരിയല്ലല്ലോ, അതുകൊണ്ട് തന്നതാന്ന് പറയണം. അപ്പോൾ പറയാണ്, അവിടെ ഇരുന്ന ആൾ പറയാണ്, ശരി, ഞാനിത് എണ്ണണില്ല, ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കാം, രാവുണ്ണിയാരുടെ വക എന്ന് എഴുതി വെച്ചേക്കാം, നാളെ വലിയച്ഛൻ വരുമ്പോൾ എണ്ണി നോക്കിക്കോട്ടേന്ന് പറയുകയാണ്. അങ്ങനെ രാവുണ്ണിയാർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർക്ക് നന്നായി ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അതിഥികൾക്ക്. അങ്ങനെ അതിഥികൾ തിരിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമാണ്. അങ്ങനെ സുബ്ബരായരെ ഒന്ന് നന്ദിയൊക്കെ പറയണമല്ലോ, പിന്നെ അവിടെ നിന്ന് ആ മോനിക്ക് നന്ദി പറയണമല്ലോ, അതിന് വേണ്ടി രാവിലെ തന്നെ പോവുകയാണ് രാവുണ്ണിയാർ. അങ്ങനെ സുബ്ബരായരെ കാണുകയാണ്. സുബ്ബരായരെ കണ്ടിട്ട് പറയുകയാണ്, ഇന്നലെ ഇരുന്ന ആ കുട്ടി അവിടെ, ഞാൻ ഇന്നലെ വന്ന കാര്യമൊക്കെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുബ്ബരായർ ചോദിക്കുകയാണ്, ഏത് കുട്ടി? അപ്പോൾ രാവുണ്ണിയാർ പറയാണ്, ഇന്നലെ ഞാനേ രാത്രി കട തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുട്ടി, ആ കുട്ടി നിങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, ആ കുട്ടീനെ ഞാൻ എന്നാൽ സംസാരിച്ചു, കുറച്ച് അരി കടക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. സുബ്ബരായർ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി സന്ധ്യയ്ക്ക് ശേഷം ഞാൻ കട തുറന്നിട്ടേ ഇല്ല, വേറെ ഏത് കുട്ടിയാ, ഒരു കുട്ടിക്കും ഞാൻ കട തുറന്നു കൊടുത്തിട്ടും ഇല്ല. അപ്പോൾ രാവുണ്ണിയാർ പറയുകയാണ്, ഇല്ലില്ല, ഞാൻ ഇന്നലെ കണ്ടാണ്, വല്യച്ഛനാണ് നിങ്ങളെ വിളിച്ചത്, എന്താ അങ്ങനെ ഓർമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുബ്ബരായർ ഒന്ന് ചിരിക്കുക കേട്ടോ, എന്നിട്ട് പറയാണ്, അങ്ങയുടെ ഗുരുവായൂരപ്പൻ്റെ ഭക്തി ഇതാ തെളിഞ്ഞിരിക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ രാവുണ്ണിയാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുകയാണ്. അവർക്ക് 2 പേർക്കും മനസ്സിലാവുകയാണ്, സുബ്ബരായർക്കും രാവുണ്ണിയാർക്കും, അവിടെ ഇന്നലെ രാത്രി കട തുറന്നിരുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനാന്ന്. അപ്പോൾ ഇതാണ് ഗുരുവായൂരപ്പൻ, ഒരു വലിയൊരു നിസ്സഹായ അവസ്ഥ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് അതിഥികളൊക്കെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും കൊടുക്കാനില്ല എന്ന് വെച്ചാൽ അത് വലിയൊരു വിഷമം തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് നമുക്ക് ചെറിയ വിഷമമാണെങ്കിൽ പോലും അവിടെ രക്ഷിക്കാൻ ഭഗവാൻ വന്നിരിക്കും കേട്ടോ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഭഗവാന്റെ നാമം ഒന്ന് കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. പിന്നെ അടുത്ത കഥയായിട്ട് വരാം കേട്ടോ. എല്ലാവർക്കും നന്ദി.